ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ പേഴ്സന്റെ ഫീലിങ്സുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, 5 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് കപ്സ്, 9 ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, Knight of Wands, Page of Pentacles, 9 of Swords, 2 of Cups, Knight of Swords, Page of Swords, 5 of Wands, The Magician കാർഡ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫുൾ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു സന്തോഷകരമായ രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കൂടുതൽ ആളുകളും ഇവിടെ ഒരു സെപ്പറേഷനിലാകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമുക്ക് ഈ ഒരു സോർട്സിന്റെ കാർഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ 10 ഓഫ് സോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ 9 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്, പിന്നെ 5 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോർട്സിന്റെ കാർഡുകൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഒരു സെപ്പറേഷനിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാം. ചിലപ്പോൾ സെപ്പറേഷനിലായി പോയിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റീഡിങ് നോക്കുമ്പോൾ ഒത്തിരി ഒരു വേദന, ഹേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വിഷമിക്കുന്ന അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന കാർഡുകളാണ് കാണുന്നത്. അത് ഇവിടെ ഇവർ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒരു കുറ്റബോധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയത് അവരായിരിക്കാം. അങ്ങനെ വിട്ടിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കേണ്ടി വന്നിട്ടുള്ള ചിലർക്കൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എങ്കിൽ കൂടിയും ചിലരൊക്കെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടാകാം. അതിനുശേഷമായിരിക്കാം അവർക്ക് ആ ഒരു നിങ്ങളുടെ വാല്യൂവും ഒക്കെ മനസ്സിലായത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് നല്ല കുറ്റബോധം ഉണ്ട്, നിങ്ങളെ ഒഴിവാക്കി പോയതിനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവിച്ചു പോയ ആ ഒരു കാര്യത്തെ, നിങ്ങളെ ഒഴിവാക്കി പോകാനായിട്ട് ഇടയായിട്ടുള്ള ആ ഒരു കാര്യത്തെ ഓർത്തിട്ട് ഇപ്പോഴും അവർ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവർ ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലൂടെ വളരെയധികം ആ പഴയ ആ ഒരു ഓർമ്മകളിലൂടെയൊക്കെ അവർ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഓർത്തിട്ട് ഒത്തിരി വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ അവർ രാത്രി സമയങ്ങളിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അവർക്ക് ആ ഒരു കുറ്റബോധമൊക്കെ കൂടി വരുന്ന സമയത്ത് ഒത്തിരി ഓവർ തിങ്ക് ചെയ്തതിന് ശേഷം അവർ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി വേദന ഉണ്ടാക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എനിക്കൊരു വേറെ രീതിയിലൊക്കെ പെരുമാറാമായിരുന്നു എന്നൊരു തോന്നലൊക്കെ അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് വളരെയധികം ഒരു നോർമലായിട്ടും അല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടൊക്കെ കാണിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഒരു ഡിസ്റ്റർബ്ഡ് ആണ് അവർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഫീലിങ്സുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് വളരെ ഒരു പ്രധാനപ്പെട്ട കാർഡാണ്.
കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വികാരങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതായത് നിങ്ങളോട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ സെപ്പറേഷനായിട്ട് ഒത്തിരി ആയിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധത്തിലും ഇപ്പോൾ വരുന്നുണ്ടാവില്ല എങ്കിൽ പോലും അവരുടെ ആ ഒരു നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സുകൾ ഇവിടെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് ആ ഒരു ഫീലിങ്സുകൾ വളരെ വളരെ ഒരു ആഴത്തിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു ഫീലിങ്സുകൾ തുറന്ന് കാണിക്കാനോ അല്ലെങ്കിൽ പറയുകയോ ഒക്കെ ചെയ്യാനായിട്ട് അവർ ഈ ഒരു സമയത്ത് തയ്യാറല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്യുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോൾ അവർ തന്നെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയതായതുകൊണ്ട് ഇനി തിരിച്ച് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കില്ല അല്ലെങ്കിൽ നാണം കെട്ടു പോകുമോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെയാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് വരാനായിട്ട് പറ്റാത്തത് കൊണ്ടുമാകാം ഈ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്നേഹമോ കരുതലൊക്കെ തോന്നിയാലും അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കോൾ ചെയ്യാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെ തോന്നിയാലും അത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാം എന്ന് അവർ സെക്കൻഡ് തോട്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ 2 ഓഫ് കപ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ റീഡിങ്ങിൽ ഏറ്റവും മനോഹരമായ ഒരു കാർഡാണ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ്. ഒരു 2 ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ ഒത്തിരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി വാല്യൂ നൽകുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ, അവർക്കുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിന് ഒത്തിരി വാല്യൂ നൽകുന്നുണ്ട്. നിങ്ങളെ ഒരു പ്രത്യേക വ്യക്തിയായിട്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു പേഴ്സൺ വരികയില്ല, അവർ മീറ്റ് ചെയ്യുകയില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയധികം ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാനും അതുപോലെ ഇമോഷണൽ ബോണ്ടും ഒക്കെ നിങ്ങൾ തമ്മിൽ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും ഒരു വ്യക്തിയിൽ നിന്നും അവർക്ക് ഇതുവരെയും ലഭിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ അവർക്ക് ഒരു വലിയ കാര്യമായിട്ട് തന്നെ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട്. പിന്നെ ഇവിടെ റൊമാൻറ്റിക് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കാർഡുകൾ, ഒത്തിരി കാർഡുകൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല എന്നിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് വാൻഡ്സ് ഉണ്ട്, പേജ് ഓഫ് സോൾസ് ഉണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു സ്വാധീനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അവര് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതോ നിരീക്ഷിക്കുന്നതോ ആയ എനർജീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സ് വഴി നിങ്ങൾ എന്തെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവാം. എങ്കിലും നേരിട്ട് വരാനായിട്ട് അവർക്കൊരു മടിയുള്ളതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യേണ്ടത് മറ്റാളുകളുടെ അഭിപ്രായം കൂടി എടുത്തതിന് മാത്രമായിരിക്കാം നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ആ ഒരു വ്യക്തികൾ നിങ്ങളെ ഇഷ്ടമില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചൂസ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ അവരിങ്ങനെ മാറി നിൽക്കുന്നുണ്ടാവാം. പിന്നെ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് എല്ലാം ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ചെയ്യണം. എല്ലാ വ്യക്തികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് വേണം ഒന്ന് സെറ്റിൽ ചെയ്ത് ഒന്ന് സന്തോഷത്തിലാക്കി അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷം ഒരു ആക്ഷൻ എടുക്കാമെന്നാണ് ഈ ഒരു പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ കാർഡ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പുഷ് പുള്ള് എനർജിയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഓഫ് വാൻഡ്സ് എന്നല്ല, ഒരു നിമിഷം അവർ വളരെ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കും. നിങ്ങളോട് ഒത്തിരി ഫീലിങ്സുകൾ അവർക്ക് തോന്നും. അങ്ങനെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളിലേക്ക് വരണം, പഴയതുപോലെ ആകണം, അങ്ങനെ സന്തോഷത്തോടെ നടക്കണം എന്നൊക്കെ തോന്നും. അടുത്ത നിമിഷം തന്നെ അവർ ജസ്റ്റ് പിന്നോട്ടേക്ക് പോവുകയാണ്. കാരണം അവിടെ അതിൻ്റെതായ കുറേയേറെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചില സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി സ്നേഹം നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. പിന്നെ തൊട്ടടുത്ത സമയത്ത് തന്നെ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിക്ക് ഒട്ടും സ്നേഹമില്ലാന്ന്. കാരണം ഇവരുടെ പെരുമാറ്റങ്ങൾ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് തോന്നാം. ഒട്ടും ഒരു സ്ഥിരതയില്ല അവർക്ക്, എപ്പോഴും അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ. കാരണം അത് തന്നെയാണ് അവർ ചിന്തിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ മറിച്ച് ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുന്നു. ഇത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതേക്കും അവർ ചിന്തിക്കുന്നുണ്ട്. ഫീലിങ്സുകൾ മാത്രം വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയേ അല്ല ഈ ഒരു പേഴ്സൺ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് പോലത്തെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അതായത് ഈ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ നല്ല രീതിയിൽ പേഴ്സൺ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
അതൊക്കെയാണ് ഇവരുടെ ഒരു ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ. പിന്നെ പേജ് ഓഫ് പെന്റിക്കൽസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഒരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് നമുക്ക് അത് സപ്പോർട്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും. ചെറിയ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പുതിയൊരു തുടക്കം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഒരു ചിന്തയിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. അതിനുശേഷം അത് ബിൽഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരണം, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് എങ്ങനെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്ലോ എനർജി ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഉടനടി ഒരു ആക്ഷൻ കാണിക്കുന്ന ഒരു കാർഡല്ല പേജ് ഓഫ് പെന്റിക്കൽസ്. അപ്പൊ സ്ലോ ആയിട്ട് ആ ഒരു ആക്ഷനിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിച്ചേരും എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മജീഷ്യൻ കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് വന്നിട്ടുള്ളത് ഫൂൾ കാർഡാണ്. അപ്പൊ ഈ ഒരു ഫൂൾ കാർഡ് എന്ന് പറയുന്നത് മജീഷ്യൻ കാർഡ്, ഈ രണ്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റീഡിങ്ങിന്റെ ഒരു അവസാന സന്ദേശം ശക്തമാക്കുന്ന കാർഡുകളാണ്. അതായത് ഒരു പുതിയ തുടക്കം സാധ്യമാണ് എന്ന വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാർഡാണ്. അപ്പം കാര്യങ്ങൾ മാറ്റാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളെല്ലാം എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, കുറച്ച് സമയം അവിടെ കിടക്കട്ടെ, കുറച്ച് സമയം കൊണ്ട് എല്ലാം ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. അപ്പൊ ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിന്റെ ഒരു എനർജിയാണ് ഫുൾ കാർഡ്. എന്നാൽ അത് നടക്കാനായിട്ട് ആ ഒരു ആദ്യം, അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു പഴയ ഹേർട്ടുകളും ഫിയേഴ്സ്, ആശങ്കകള്, പേടികള് ഇതെല്ലാം വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു ഹീലിംഗ് ആവശ്യമാണ്. അതിനുശേഷം ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മെയിൻ ആയിട്ടും വരുന്ന ആ ഒരു ഫീലിങ്സുകൾ, സിറ്റുവേഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ അവരിപ്പോ മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദത്തിലും ഓവർ തിങ്കിങ് അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പഴയ വേദന, നിരാശ ഒക്കെ ഇപ്പോഴും അവരെ ആ ഒരു നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോയതിന്റെ ആ ഒരു നിരാശകൾ ഒത്തിരി നാളുകളായിട്ടുണ്ടാവും ഈ ഒരു ഗ്യാപ്പൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ട്. എങ്കിലും അത് വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇപ്പോഴും അവരെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോടുള്ള വികാരങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് ഇല്ലാതായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സും 2 ഓഫ് കപ്സും വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് അവർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്, എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഉള്ളിലെ ആ ഒരു കോൺഫ്ലിക്ട്സുകൾ കാരണം മുന്നോട്ട് വരുന്നതിനായിട്ട് അവർക്കൊരു ചെറിയ മടിയുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും പുതിയൊരു തുടക്കത്തിനുള്ള ഒരു സാധ്യതയും ആഗ്രഹവും ഒക്കെ നമുക്ക് ഈ ഒരു ലാസ്റ്റിലെ മജീഷ്യൻ കാർഡും ഫുൾ കാർഡും കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും. അതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇതൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് യു ആർ ദ ലൈറ്റ് ദാറ്റ് ബ്രൈറ്റൻ മൈ ഡാർക്കസ്റ്റ് ഡേയ്സ്. ഓക്കെ, നിങ്ങളാകുന്ന ലൈറ്റ് അവരുടെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ, അവരുടെ ലൈഫിലെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ സമയങ്ങളിൽ നിങ്ങളാകുന്ന ആ ഒരു ലൈറ്റാണ് അവരെ ബ്രൈറ്റൺ ആക്കിയത്, അവരെ തെളിച്ചു നിർത്തിയത്, അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതാണ് അവര് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ആ ഒരു പേഴ്സൺ ഏറ്റവും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളും ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ റിലേഷൻഷിപ്പിലേക്ക് വന്ന വ്യക്തികളായിരിക്കും. യു ടച്ച്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നീയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, ഞാൻ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ മുഴുവൻ ഹൃദയത്തോടും കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ലവ് മീ ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. ഓക്കെ, എന്നെ സ്നേഹിക്കണം, അത് മാത്രമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിത്തിങ്. ഓക്കെ, നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ഹൃദയം, അതുപോലെ തന്നെ ആത്മാവ്, അവരുടെ നിധി, അല്ലെങ്കിൽ അവരുടെ ഇന്നും നാളെയും എല്ലാം എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. ഓക്കെ, ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, എന്തോ കുറെ സത്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഐ വിൽ ഓൾവേസ് ബി യുവേഴ്സ്. ഓക്കെ, ഞാൻ എപ്പോഴും നിന്റെ ആയിരിക്കും എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു പേഴ്സൺ.
ഐ കനോട്ട് സ്ലീപ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ കാരണം, ഓക്കെ, നമ്മുടെ റീഡിങ്ങിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെപ്പറേഷൻ ഉണ്ട് എന്നുള്ളത്. ആ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ഉറങ്ങാനായിട്ട് പോലും പറ്റുന്നില്ല. എന്നെ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. അപ്പൊ സാഹചര്യങ്ങൾ കൊണ്ട്, സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകാം ഇതില്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സോൾ മെസ്സേജസുകൾ വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് എൻകറേജസ് യു എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 2002 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. 2003 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫോട്ടോഗ്രാഫി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആകാൻ ചാൻസസ് ഉണ്ട്. പെയിന്റിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. ബേക്കിംഗ് ചെയ്യാൻ, കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ ബേക്കിംഗ് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആക്ടിങ് ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം, അല്ല ആക്ടിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാനും കാണാനും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 38 എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 കിട്ടുന്നുണ്ട്. നമ്പർ 53 കിട്ടുന്നുണ്ട്. ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം, ചില വ്യക്തികൾ എബ്രോഡ് ഉള്ളവരോ അല്ലെങ്കിൽ ദൂരം ഒത്തിരി ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 46 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ ന്യൂ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.